computer. Hopefully it is recording. Yes, recording start ചെയ്തിട്ടുണ്ട് and Right. official start. Thank you so much. Okay. സോ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലരെങ്കിലും കുറേയൊക്കെ കേട്ട് കാണും, ഒരു ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. പക്ഷേ വാട്ട് വി വിൽ ഡു ഇസ് ഐ വിൽ ടേക്ക് യു അറൗണ്ട് ഇൻ എ മച്ച് എൻഗേജിങ് വേ. ഒരു ടെറിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും പിന്തിരിപ്പിക്കണം. ഇതിന്ന് ഈ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടെക്നോളജിയിൽ നിന്ന് ആൾക്കാരെ മാറ്റി ചിന്തിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷേ ദ പോയിന്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഇസ് ഐ വോണ്ട് ടു ഡു ജസ്റ്റിസ്. ഞാനൊരു 23 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് അതിൽ 15 years ഐ ഹാവ് ബിൻ ഇൻ കോർ ഐ ടി തന്നെയായിരുന്നു എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇപ്പോഴും അതെ. ആൻഡ് ഐ എം ഓൾസോ ഇൻ ടു ട്രെയിനിങ്സ്. ഇതിൽ ഞാനൊരു ലാർജ് അക്കൗണ്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു നിഷ് ഏജൻസിയുടെ സർട്ടിഫൈഡ് സെയിൽസ് മെൻറ്ററാണ്. എൻ്റെ ഗ്രാജുവേഷൻ ഡോക്ടർ ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ആഗ്രയിൽ നിന്നായിരുന്നു. ഐ ഡിഡ് സ്പെഷ്യലൈസേഷൻ ഇൻ എൻ്റർപ്രണർഷിപ്പ് ഫ്രം ഹവാർഡ്, കണ്ടിന്യൂയിങ് സ്റ്റഡീസ് ഇഫ് യു വിൽ. ഇതാണ് എന്നെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. ബാക്കിയുള്ളതിൽ ചില ഗ്രൂപ്പുകളിൽ നിങ്ങൾ എന്നെ അഡ്മിനായിട്ട് കാണാറുണ്ട്, ചിലതിൽ ഞാൻ ചാണക്കിനെ കളിയാക്കുന്ന ആളായിട്ടിരിക്കാറുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങൾ മാത്രം. അപ്പോൾ ഐ തിങ്ക് നമുക്ക് തുടങ്ങാനുള്ളത് ഹൗ ഡിഡ് ഇറ്റ് ഓൾ ബിഗിൻ, അല്ലേ? അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ ഇന്റലിജൻസ്, ഈ ഒരു ടെർമിനോളജി വരുന്നത് 1950. 1950 ഐ ഡോണ്ട് നോ ഹൗ മെനി ഫിസിസിസ്റ്റ് ആർ ഇൻ അവർ ഗ്രൂപ്പ്. ട്യൂറിംഗ് ടെസ്റ്റിനെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അലക്സ് ട്യൂറിംഗ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഹി വാസ് ദ പേഴ്സൺ ഹു സെഡ്, യുനോ, if a machine can trick humans to believe it is a human, then it has intelligence. ഇതായിരുന്നു അലക്സ് ട്യൂറിങ്ങിന്റെ ഒരു ചിന്ത. അപ്പോൾ now what happens is, ഒരു മെഷീന് ഒരു മനുഷ്യനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുകയാണ് that I am a human, then it has intelligence. So it needs some level of intelligence to do that. കാരണം മനുഷ്യനെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമല്ല. അപ്പോൾ there will be a lot of counter questions, so somebody will have to do this. അപ്പോൾ അതായിരുന്നു അതിൻ്റെ കാര്യം. So whoever is drawing on the presentation, I appreciate if you stop it. 1955 the term artificial intelligence was coined. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി, അതായത് നമ്മുടെ റീസണിങ് ഇതിനെ ഒരു ആർട്ടിഫിഷ്യൽ ലെവലിൽ, ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസിലേക്ക് കൊണ്ടുവരലായിരുന്നു ഉദ്ദേശം. Now in 1967, I'm not going in a very chronological order. മേജർ ബ്രേക്ക് ത്രൂസ് ആണ് ഇപ്പോൾ ഇന്ന് ഇതിൽ ടൈം ലൈനിൽ ഞാൻ കാണിക്കുന്നത്. There are minute so many things that has happened on the course, but that is not relevant to what I am doing today. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ പറയാത്തത്. എലീസ വാസ് ദ ഫസ്റ്റ് ചാറ്റ് ബോട്ട്. ഇത് ജോസഫ് വെയ്സൻബോം എന്ന് പറയുന്ന ഒരു MIT-യിലെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്. അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ഇമാജിൻ, 1950-കളിലെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സിറ്റിംഗ് റൂമിൻ്റെ വലുപ്പമുള്ള ഒരു യന്ത്രമായിരുന്നു. And the most complex calculation it could do was 1 + 1 = 2, 2 + 3 = 5 and so forth. ഒരു ഗ്ലോറിഫൈഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ആ ഒരു ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭാവിയിലാണ് ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുന്നതും ഡാർപ്പ ബേസ്ഡ് ഫണ്ടിങ് കിട്ടിയിട്ട് അതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നതും ഒക്കെ. അപ്പോൾ എലീസ വാസ് എ ചാറ്റ് ബോട്ട്. Now what did Elisa do? Elisa was able to take a bit of knowledge, കുറച്ച്
ഞാൻ എടുത്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ടുള്ള ഉത്തരം. ഇറ്റ് വാസ് നോട്ട് എ കോൺവെർസേഷണൽ ബോട്ട്. അതിൽ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ എന്ന് മാത്രമേ പറയുള്ളൂ. ഐ ഫീൽ ഗുഡ് എന്ന് പറയില്ല, ബിക്കോസ് ദർ ഇസ് നോ റീസണിങ്. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ എ ചാറ്റ് ബോട്ട്. അപ്പോൾ ഏർലിയസ്റ്റ് ഫോം ഓഫ് ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ട് അറിയുന്നത് എലീസനെയാണ്. So this was an attempt to prove that this is doable based on certain rules and criteria. നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കലായിരുന്നു. പിന്നെ വരുന്നത് ഒരു AI വിൻഡർ എന്ന് പറയുന്ന ഒരു സ്കെയിലാണ്. ടിൽ 1970s ലേറ്റ് 1967 മുതൽ ഒരു 80കളുടെ തുടക്കം വരെ ഇറ്റ് വാസ് AI വിൻഡർ, വിച്ച് മീൻസ് പലരും ട്രൈ ചെയ്ത് പലതും ഫെയിൽ ചെയ്തു. പലരുടെയും എക്സ്പെക്ടേഷൻസ് വേറെയായിരുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഇതിന് ഫണ്ടിങ് കിട്ടാതെ അങ്ങനെ ഇറ്റ് സ്റ്റോപ്ഡ്. ബട്ട് ദർ വാസ് ദിസ് വൺ കമ്പനി ഹു വാസ് വെരി പെർസിസ്റ്റന്റ്. കുറെ ബുദ്ധിജീവികളെ എടുത്തിട്ട് അവർ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ദേ ഡ്രൂ ഇറ്റ് ഔട്ട് ഇൻ എ പേപ്പർ ആൻഡ് ഫൈനലി ഇറ്റ് സ്റ്റാർട്ടഡ് മെറ്റീരിയലൈസിങ്. ഏർലി 90s IBMന്റെ മെയിൻ ഫ്രെയിമിലാണ് ഇത് നടക്കുന്നത്. സോ ഇൻ 1997 IBM had the confidence to bring out something called a Deep Blue. So what Deep Blue was is ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെസ്. ദിസ് വാസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഗ്രാൻഡ് മാസ്റ്റർ ചെസ്സിൽ. ഇറ്റ് യൂസ് ടു മേക്ക് മൂവ്സ്. റൂൾസ് ഓഫ് ദ ഗെയിം അതിൽ എംബഡഡ് ആയിരുന്നു. സോ ഇറ്റ് കുഡ് മേക്ക് മൂവ്സ് അക്കോർഡിംഗ് ടു ദ ഒപ്പോണന്റ്. ഒരു മനുഷ്യൻ എതിരെ കളിച്ചാൽ കളിക്കേണ്ട എല്ലാ മൂവുകളും അറിയാവുന്ന ഒരു അൽഗോരിതം ബിൽഡ് ചെയ്തിട്ട് അതിനെ ഡീപ് ബ്ലൂ എന്നുള്ള പേരിൽ IBM കൊണ്ടുവന്നു. അങ്ങനെ ടു ഷോക്കേസ് ഇറ്റ് 1997 ഗാരി കാസ്പറോവ് വാസ് ഇൻവൈറ്റഡ് ടു ദ IBM ലാബ്സ് ആൻഡ് ദേ പ്ലേഡ് വിത്ത് ഡീപ് ബ്ലൂ ആൻഡ് ഡീപ് ബ്ലൂ വൺ. ഈ ഡീപ് ബ്ലൂ ജയിക്കുമ്പോഴാണ് ശരിക്കും അന്ന് ഇന്റർനെറ്റ് വളരെ നേസൻ സ്റ്റേജിലാണ്. ഐ മീൻ ഒബ്വിയസ്ലി US വാസ് ഫോർ അഹെഡ്. നമ്മളൊക്കെ അപ്പോഴും 128, 256 kbps ലൈനിൽ ഡയലപ്പ് ലൈനിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ദാറ്റ് വാസ് എ ഷോക്ക്. ഇറ്റ് വെൻ ഷോക്ക് വേവ്സ് സെൻഡ് ഷോക്ക് വേവ്സ് അക്രോസ്. ഒരുപാട് ആൾക്കാർക്ക് ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. കാരണം ഗാരി കാസ്പറോവ് വാസ് ഇൻവിൻസിബിൾ. അയാളെ തോപ്പിക്കാൻ പറ്റില്ല അൺലെസ് ഹി റിട്ടയേഴ്സ് എന്നുള്ളൊരു ഇതുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഡീപ് ബ്ലൂ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ then it became a pretty serious consideration that okay, intelligence is possible through artificial means. Angane the development continued. Many companies came, many died, some survived, but critical ആയിട്ടുള്ള elements കാണാൻ പറ്റുന്നത് one 2011 when Siri comes out on an iPhone. If I'm not mistaken, it was iPhone 6. iPhone 6-ലായിരിക്കണം അത് വന്നിട്ടുണ്ടാവണം. Siri was there, and then IBM rolls out something called Watson. Watson is the largest AI model that existed till that time. അത് ഒരു ലാബ് എൻവയോൺമെന്റിൽ മാത്രമായിരുന്നു ഇരുന്നത്. And all of a sudden they decided to bring it out. Westil, there is a very popular show called Jeopardy. So it is a game show. അത് ഉത്തരം തരും. You have to frame the question. This is the game. So Watson, അതിന്റെ വിന്നർക്ക് $1 million ആയിരുന്നു പ്രൈസ്. So on this certain 2011 season, IBM Watson wins it. പിന്നെ അതിനുശേഷം നിരന്തരമായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നു. ഡീപ് മൈൻഡ്, ആൽഫഗോ, ഇതെല്ലാം നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. ആൽഫഗോ ഗോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി കോംപ്ലെക്സ് ഗെയിം. അത് മാസ്റ്റർ ചെയ്തിട്ട് ടുഡേ ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഈസ് ഹെൽഡ് ബൈ അൽഗോരിതം. ഇറ്റ് ഈസ് നോട്ട് ഈവൻ ഹ്യൂമൻ എനിമോർ. അപ്പോൾ അതാണ് ഇതിന്റെ വാസ്തവം. ഇന്നത്തെ ഡേറ്റിൽ വി ഹാവ് അറൌണ്ട് 25 LLMs and generative AI models. It holds 60% of the world's knowledge. ഈ സിസ്റ്റംസിലെല്ലാത്തിലും കൂടെ ലോകത്തിലെ എന്തൊക്കെ നോളജ് ഉണ്ടോ, വട്ട് എവർ ക്യാൻ ബി ടേക്കൺ ആസ് എ ഡാറ്റ, കൺസ്യൂംഡ് ആസ് നോളജ്, that 60% of knowledge is with all those algorithms.
ഇതാണ് timeline. Who are the key players? Obviously, OpenAI is one. Anthropic using logo you can recognize it. Anthropic is basically the company that built Claude AI. Then obviously you know Google Gemini. Fasil നേരത്തെ refer to DeepSeek, R10. Microsoft, if you are using Windows, you have seen Copilot. Apple, I already told you, Siri. Meta is rolling out its own. So WhatsApp at Meta type you are getting the descriptive writing. So that is Meta AI. Alphabet has different branches, of which one is Google. Gemini is one, Bird is another one, and there are tons of it. Tesla is also big time into AI for self-driving instructions. For the creative souls out there, Adobe is also a forefront players. ഇപ്പോൾ നിങ്ങൾ Adobe Photoshop അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ you can understand this. So this is where the good side of things end. So in the why are we so pumped up about AI? On the business efficiency, right? So if you are an entrepreneur, you can run your business 24/7 without actually needing the staff. 8 hours you can have staff, and then 16 hours you don't need anybody to attend the customer conversations. But this is one part of it. Second is decision making, which is always a challenge for any one of us as a human. Karam, decision making has an impact. It could be a positive impact, it could be a negative impact. So informed decision making you can only do based on a set of data. So I'm talking in the context of business. So business namakku correct data, correct reporting ആവശ്യ സമയത്തിന് കിട്ടിയാൽ മാത്രമേ റൈറ്റ് ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. So if you miss that decision making by a day, probably your competition has overtook you. മൂന്നാമത്തെ benefit, it is automation. You can automate a lot of things today. Whatever is repetitive, you can automate. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ ചെല്ലുമ്പോൾ ഡോറിൽ ചാവി ഇട്ടിട്ട് തിരിച്ചു കഴിയുമ്പോൾ ഡോറ് തുറക്കും. അത് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ you can open it with Bluetooth. So today your mobile can have that app, and as you get close to the lock, it will unlock by itself, because locking and unlocking is a repetitive task. അതേമാതിരി വേറെന്താ വേണ്ടത്? When you wake up, blinds, the curtains in your room, if it has to be opened, if that is your routine thing, smart homes do it today. By 7 o'clock, all the curtains will be open in the morning. നമുക്ക് അങ്ങനെ റൂൾ ബേസ്ഡ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. മൂവിങ് ഫോർവേഡ്, ഡാറ്റ അനലിറ്റിക്സ്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ അടുത്ത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടാവും. ദാറ്റ് സെറ്റ് ഓഫ് ഡേറ്റ could be anything. It could be phone numbers, it could be chats, it could be emails, it could be so many different sources of data. Problem with the normal human is you cannot correlate different sources to get a collective meaningful information. ഇതൊരു വലിയ ചാലഞ്ച്. ഇന്ന് you are able to do it using Make. You can integrate Zapier into your workflows, and you can connect different sources to get meaningful information on a certain topic or different topics all at once, right? Then you have the amazing part of cost reduction. So ഇപ്പോൾ ഒരു ഇൻസൈഡ് സെയിൽസ് കോർഡിനേറ്ററെ വെക്കണമെന്നുണ്ടെങ്കിൽ I am in Abu Dhabi. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് 2,500 മുതൽ 4,000 ദിർഹംസ് വരെയാണ് നമുക്ക് ഒരു സെയിൽസ് കോർഡിനേറ്ററിന് കൊടുക്കേണ്ടി വരിക, പ്ലസ് ഇൻസെൻറ്റീവ്സ് based on the company you join. അപ്പോൾ ഇതിന് പകരം if you have a automated agent who does this sales coordinator activities based on an email you will send, it will work
24/7 non-stop, without complaint, no sick leaves, no threatening of increment, no additional requirement. ഇതൊന്നും വേണ്ട. It will just sit and work. As long as you can make it work, it will work. അതിന് കോസ്റ്റ് every month is like $120. $120 എന്ന് പറയുമ്പോൾ is less than 700 dirhams. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, വേർ ദിസ് ഇസ് ഗോയിങ്. സോ that is the key part of the thing. From a business perspective, it is very good, but the problem may seem unresolved if this grows, which you will understand. Medical advances, this is a very good side of it. ഹ്യൂമൻസ് റിസർച്ച് ചെയ്യുന്നതിനേക്കാളും 10x സ്പീഡിലും മെഡിക്കൽ റിസർച്ച് നടത്താൻ പറ്റും. ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം ക്യാൻസർ റിസർച്ച് ഇസ് സംതിങ് ദാറ്റ് ഐ കെയർ അബൌട്ട്, ബട്ട് ഐ എം ഓഫ് ദ ബിലീവ് ദാറ്റ് ദർ ആർ നോട്ട് ഈവൻ 1/10 ഓഫ് വാട്ട് ഷുഡ് ഹാവ് ബീൻ ഡൺ ആഫ്റ്റർ സ്പെൻഡിങ് ഓൾ ദോസ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. അതിലിപ്പോൾ നമ്മൾ ടാക്സ് അടച്ച കാശും ഉൾപ്പെടെ എല്ലാവരും കളഞ്ഞ ഒരുപാട് കാശുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻസസ് വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഇറ്റ് ഈസ് ലൈക്ക് എ ലൈറ്റ് പോൾ, ഒരു ലൈറ്റ് ഹൗസ് മാതിരിയാണ്. ഇരുട്ടത്ത് വെളിച്ചം കടന്ന് വിളക്കും വരെ മാതിരി ഇത് നന്നാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളതാണ്. ദെൻ യു ക്യാൻ ഡിജിറ്റൈസ് എനിത്തിങ്. സോ ഇഫ് യു ഹാവ്, ഇന്ന് ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ DeepSeekന്റെ R10 യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, if you know how to talk to a system, it can get things done for you. So, which means anything with a human and process can now be digitized. പണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ആ ലിമിറ്റേഷൻസ് എല്ലാം പോയി ഒരു സുപ്രഭാതത്തിൽ. ഇഫ് യു നോ ഹൗ ടു നരേറ്റ് ദ സ്റ്റോറി, then the output is going to be very meaningful and very interesting. ആ ലെവലിലേക്ക് എത്തി. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ദർ വാസ് എ ത്രെറ്റ് ഓഫ് ransomware in the early 2020s. So many people lost money, so many people lost data. Then over a period of time, we all get a call for virtual arrest and all those nonsense, cyber fraud. അതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈബർ ഏജൻസിനെ, AI ഏജൻസിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, വിച്ച് വി ആർ ഡൂയിങ് നൗ ടുഡേ. As we speak, I am running a project for that. But you are actually replacing a NOC or a SOC operator to a virtual AI agent who is sitting on the machine and continuously monitoring each and every transactions that go through the bank systems. അതിൽ അനോമലി കാണുന്നത് അപ്പർ ഫ്ലാഗ് ചെയ്ത് വിടും. സോ വിച്ച് ഈസ് ലൈക്ക് 49% മോർ എഫക്റ്റീവ് ദാൻ എ ഹ്യൂമൻ. അപ്പോൾ ഇങ്ങനത്തെ കുറെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. സോ വാട്ട് ഹാപ്പൻഡ്? വൈ ആം ഐ ടോക്കിംഗ് അബൌട്ട് ദിസ് നൗ? ദിസ് ഈസ് എ 2021, കാണാലോ അല്ലേ എല്ലാവർക്കും. This is a 2021 data that I have. ഇതില് 2021 IT-ലെ 73% of the tasks we could automate. Some had already automated. 26% have not fundamentally changed, and 1% had no impact because of the AI. ഫൈനാൻസിൽ, കസ്റ്റമർ സെയിൽസിൽ, ഓപ്പറേഷൻസിൽ, HR-ൽ, മാർക്കറ്റിംഗിൽ, ലീഗലിൽ, സപ്ലൈ ചെയിനിൽ, എല്ലാ ഒരുവിധം ബിസിനസ്സിൻ്റെ, ഏതൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതൊരു വാണിജ്യ സംരംഭത്തിൻ്റെയും കോറായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം AI-യുടെ ഇൻട്രൂഷൻ ഓൾറെഡി ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ബാഡ്, ഇറ്റ് ഈസ് വെരി ഗുഡ്. ദ ഓൺലി തിങ് ഈസ് we fail to upskill as required. നമുക്ക് ഈ ടെക്നോളജിയുടെ അടുത്ത് മത്സരിക്കാനുള്ള മടി കൊണ്ടാണോ, നമുക്ക് പഠിച്ചെടുക്കാനുള്ള
താല്പര്യക്കുറവാണോ എന്നറിയില്ല. പക്ഷെ വി ഫെയിൽ ടു കീപ് അവർ സെൽസ് അപ്ഡേറ്റഡ്. നമ്മുടെ പ്രയോറിറ്റിയിലുള്ള ഒരു ഐറ്റമല്ല ഈ അപ്ഡേഷൻ. അപ്പോൾ ദാറ്റ് ഈസ് വേർ യു ലൂസ് ജോബ് ടു എ സ്റ്റുപ്പിഡ് മെഷീൻ. സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ബട്ട് ദിസ് ഇസ് നോട്ട് എൻ ഏരിയ ഓഫ് കൺസേൺ ദാറ്റ് ഐ എം ട്രൈങ് ടു ടെൽ യു ടുഡേ. പക്ഷെ എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 2021 റെക്കോർഡ്സ് ആണ്. 2024 it is much worse. It is at the 80s and going to the 95s. Adana the status. So here is the truth. 2018 McKinsey, you all have heard of McKinsey. These are people who do thorough research, forecast. They are basically consultants, business consultants. So they are way ahead of time with the reports and all those things. അവര് പറഞ്ഞിട്ടുള്ളത് 400 to 800 million jobs will be gone by 2034. എന്ന് വെച്ചാൽ 800 മില്യൺ ആൾക്കാർക്ക് ജോലി ഇല്ലാതാവുന്ന ഒരു സംരംഭം കൂടിയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് വിത്ത് ദിസ് 400-800 മില്യൺ പീപ്പിൾ? ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് റവന്യൂ ഇല്ലാതെയാവും. റവന്യൂ ഇല്ലാത്തതുകൊണ്ട് സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാവും. കാശുണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ എന്തും ചെയ്യാൻ തുടങ്ങും. ക്രൈം റേറ്റ് കൂടും, സഹിഷ്ണുത കുറയും. അപ്പൊ ഇങ്ങനത്തെ കുറെ സോഷ്യൽ ഇമ്പാക്റ്റും കൂടെ ആൾക്കാർക്ക് ജോലി ഇല്ലാതാവുന്നതോടെ, റവന്യൂ ഇല്ലാതാവുന്നതോട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദ മോസ്റ്റ് റിഡിക്കുലസ് തിങ് ഈസ് യു വിൽ ലൂസ് ദിസ് ജോബ് ടു എ മെഷീൻ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഒരു ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ്റെ മുമ്പിൽ ജോലി പോയി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ചൈനക്കാരനും എല്ലാവർക്കും ജോലി നഷ്ടമായി against robots and AI agents, right? So that is very concerning. I know, we know what else, bro. Okay, so here is the moment of truth. Technology singularity is near. Now, it is a very technical term. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ടേം ആണ്. എപ്പോഴും ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയില്ല. നമ്മുടെ കാലാവസ്ഥ പറയുന്ന കാര്യം. So basically what it does is, നമ്മുടെ technology will not be dependent on us. കമ്പ്യൂട്ടർ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഓൺ ആവേണ്ട കാര്യമുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഒരു കൺവീനിയൻസ് നമുക്കുണ്ടായിരുന്നു. ഇത് ഇല്ലാതാവുന്ന ഒരു സ്റ്റേജ്, ദാറ്റ് ഈസ് നോട്ട് ഫാർ, ആൻഡ് ഇറ്റ് ഈസ് വെരി സൂൺ. ഇത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ 1972 ദർ വാസ് എ സ്റ്റഡി ഫ്രം MIT, Massachusetts Institute of Technology. And this study had nothing to do with technology, but it was looking at the social fabric called society as such. സമൂഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി 2040 ഇല്ലാതെ ആവും എന്ന് പ്രവചിച്ച കുറച്ച് ശാസ്ത്രജ്ഞന്മാർ MIT ഉണ്ടായിരുന്നു. Few of them passed away, unfortunately, but that study is very open. You can find it out. If you want, I can get this copy shared in the group. സമൂഹ വ്യവസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടാത്തൊരു സമയം വളരെ അടുത്തെത്തും എന്നുള്ളതാണ് ആ സ്റ്റഡി 2040 പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. സോ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇഫ് യു ഡോണ്ട് ഹാവ് എ സൊസൈറ്റി? സൊസൈറ്റി ഇല്ലാതെ ആവുന്നതോടുകൂടെ നമ്മുടെ മെന്റൽ ഇല്യൂഷൻസ് പലതും പുറത്തു വരാൻ തുടങ്ങും. കാരണം നമുക്ക് സമൂഹമില്ല, നമുക്ക് ആശ്രയിക്കാൻ ആരുമില്ല, നമ്മളെ ആശ്രയിക്കാൻ ആരുമില്ല. യു ആർ ജസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ. സോ യു ആർ എ സിംഗുലർ പേഴ്സൺ. അപ്പോൾ വട്ട് എവർ യു ഡു, വട്ട് എവർ യു തിങ്ക്, ഇറ്റ് ഈസ് ഓൺലി അഫക്റ്റിംഗ് യു. ഈ പറയുന്നതിനൊന്നും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സെഷൻ്റെ ആവശ്യമില്ല. എല്ലാവരും അവരവർക്ക് തന്നെ സെഷൻ എടുത്തുകൊണ്ടിരിക്കും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് യു ഷുഡ് റീഡ് ടെക്നോളജി സിംഗുലാരിറ്റി വിത്ത് ഹ്യൂമൻ സിംഗുലാരിറ്റി ആസ് വെൽ. ഈ രണ്ട് സ്റ്റഡീസും വളരെ റെലവൻ്റ് ആണ്. ഐ നോ. സോ ഐ എം ഗോയിങ് ടു ഹെൽപ്പ് യു നൗ.
ഇത് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഐ അപ്രീഷിയേറ്റ് ഇഫ് യു ക്യാൻ ഓപ്പൺ യുവർ മൈക്ക് ആൻഡ് ടെൽ മീ വൈ ആം ഐ ഷോയിങ് ദിസ് തൃശ്ശൂർ പൂരം photo to you. Does anybody know? ആർക്കെങ്കിലും അറിയോ? ഐ എം സോറി, ഞാൻ ഫുൾ ചാറ്റ് മോഡിലാണ്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, സോഷ്യൽ ഗ്യാതറിംഗ്. No, no, any clue? No. Okay. I think majority are trying to figure it out. Robotic elephants. Nice. ഭയങ്കര കടന്ന ചിന്തയായി പോയി അത്. എല്ലാരും എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം. ഈ കാണുന്ന ആന ആ നിൽക്കുന്ന പാപ്പനേക്കാളും എത്രയോ ശക്തനാണ്, അല്ലേ? ഒരു നാച്ചുറൽ എലിഫന്റിന്റെ ഹാബിറ്റാറ്റിലല്ല അത് നിൽക്കുന്നത്. ആഭരണങ്ങൾ അണിയിച്ചിട്ടുള്ള ഒരു അവസ്ഥ കാട്ടിലെ ആനയ്ക്ക് നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളാരും കാണില്ല. സോ വൈ ഇസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെക്കാളും ശക്തനായ ഒരു ആനയെ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ നമ്മുടെ ഇംഗത്തിന് വേണ്ടിയിട്ട് ഒരു നെറ്റിപ്പട്ടവും അതിന്റെ മുകളിൽ ഒരാളെയും കയറ്റി ചങ്ങലയ്ക്ക് വിട്ടിട്ട് ഒരു 10-1 വലുപ്പവും ശക്തിയുള്ള ഒരു മനുഷ്യൻ ഒരു ചങ്ങലയിൽ പിടിച്ചു വലിക്കുമ്പോൾ ഒപ്പം നടക്കുകയാണ് ഒരു 2 ടൺ ഭാരമുള്ള ഒരു ജീവി? എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഡു യു നോ? ഡസ് എനിബഡി നോ? ഞാൻ ചാറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇഫ് യു ക്യാൻ സീ മൈ സ്ക്രീൻ. ട്രെയിനിങ്. യെസ്. Domestication. Anything else? From childhood ulla training. Okay. Control. You are close. Elephant doesn't know the power. Aisha, Naseem. Okay, so here is the fact, which very few have thought of it. The difference is in intelligence. അതിന് ആനയ്ക്ക് ശക്തി അറിയാത്തല്ല. ആനയ്ക്ക് പിന്നെ മതം പൊട്ടുമ്പോൾ ആന ലെഫ്റ്റ് റൈറ്റ് നോക്കാതെ എല്ലാവരും കുത്തി പുലർത്തില്ലേ? എത്ര ഉത്സവങ്ങളിൽ നമ്മൾ അങ്ങനെ അക്രമാസക്തമായിട്ടുള്ള ആനകളുടെ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ശക്തി അറിയാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നമ്മളൊരു പഴഞ്ചൊല്ലിന്റെ മാതിരി ഇങ്ങനെ പറഞ്ഞു പോകാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദ ഡിഫറൻസ് ഈസ് ഇൻ ഇന്റലിജൻസ്. ഇന്റലിജൻസ് മനുഷ്യന്റെ തലച്ചോറിലുള്ള the way our neurons are working, that is entirely different. We can, നമ്മുടെ മൈൻഡിന്റെ പവർ, the will power to tame anything and everything, അത് വേറെ ഒരു മൃഗത്തിനും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കാണികളായിട്ടും നമ്മൾ കാഴ്ചക്കാരായിട്ടും നമ്മൾ മുതലാളികളായിട്ടും നമ്മൾ മെരുക്കുന്നവരായിട്ടും ഒക്കെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത്. So the prime difference itself is in intelligence. The way we use intelligence, not a single species on this planet in the last 3 billion years have had. ഇതാണ് ഹ്യൂമൻസിനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത്. ലുക്ക് അറ്റ് ദ മോറൽസ്. നമ്മൾ ഹ്യൂമൻസിന്റെ ഇടയിൽ തന്നെ മോറൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ അമേസിംഗ് talk. At some point I will share this with you. If you guys are interested, you can DM. നമ്മൾ അതിൽ പറയുന്നത് വെസ്റ്റേൺ പവേഴ്സിന് they have a moral, and that moral is like patriotism, right? For America, and then they don't mind
shooting down someone who is deemed as an enemy. If you come to the east, ധർമ്മശാല, ടിബറ്റില്, ദലൈലാമയുടെ രാജ്യത്ത്, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ they even ask you not to kill a fly. ഈച്ചയെ പോലും കൊള്ളാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ആ ധർമ്മശാലയിലുള്ളത്. Now both are at the same context of moral, but you see the actions are two different things. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ദ വേ വി പെർസീവ് തിങ്സ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു ജഡ്ജ് ഇതിൽ കാണുന്നത് ആനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതാണ്. പക്ഷെ ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ കാണുന്നത് എന്താ? ആനയുടെ തലയെടുപ്പാണ്, അതിൻ്റെ ഭംഗിയാണ്, ആനയുടെ ഉടമസ്ഥന്റെ പേരും പ്രശസ്തിയാണ്. But this is how diversified our intelligence is. We all can think of this simultaneously. നമുക്ക് ജഡ്ജിയുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പറ്റും, ആനയുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പറ്റും, കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പറ്റും, പാപ്പന്റെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പറ്റും, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഇസ് നോട്ട് എ സിംഗിൾ സ്പീഷീസ് ഹു ക്യാൻ ഡു ഇറ്റ് അതർ ദാൻ ഹ്യൂമൻസ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. Just a minute. Okay. So now the AI is telling my human interface, which is me, will tell you a few stories. Okay. ഇതില് ഇന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. And I think, can you still see my screen? യെസ്, ഓക്കെ. ഇത് ഇത്രയും കൺസേണിങ് ആവാനുള്ള കാരണം ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഐ ആം ലൂസിങ് ഡീൽസ് ടു AI based services. AI based services, actually I am not losing deals to my competition, but I am actually losing deals to machines. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 years before I used to do managed services. Managed services എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റിൽ നമുക്ക് ടെക്നിക്കൽ റിസോഴ്സസിനെ കൊടുത്ത് we used to build them annually. ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ല. That option does not exist because there are AI agents who does all those jobs. So what happened is, ഇതിലിപ്പോ IT related ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ, you know, the L1, L2 engineers, that role has been taken up by systems. So today's systems, they are in predictive mode. So before a failure happens, the systems are able to recognize and correct their course. ഇതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ that translates into around $20 million yearly for me. നമ്മൾ 2025 എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? ഇമാജിൻ വാട്ട് ഈസ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ. ഇത് നിങ്ങളെ ഒരിക്കലും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറി പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല. ഐ ഹാവ് മൈ തോട്ട്സ് വെൽ സ്ട്രക്ചേർഡ്. ഐ വോണ്ട് യു ഗൈസ് ടു തിങ്ക് വെരി സീരിയസ്ലി. കാരണം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം ഇന്ന് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ അല്ലാതെ ഇങ്ങനൊരു അവസരം വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ഉണ്ടാവുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ലാസ്റ്റ് ട്രെയിനിങ്ങിൽ, ലാസ്റ്റ് സെഷൻ വാസ് ഹെൽഡ് ബൈ സംബഡി ഹു വാസ് ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് എ മിനിറ്റ്, ഐ ഡോണ്ട് നോ. സോ സൂമിൽ AI പെട്ടെന്ന് റിയലൈസ് ചെയ്തു എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാത്ത വേറെ ഏതോ ഭാഷയിലാണല്ലോ. അപ്പോൾ ഐ ജസ്റ്റ് ഡിസേബിൾഡ് ഇറ്റ്. I don't know what the implications are, but I think it is going to do well by itself. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലാസ്റ്റ് ഇതിൽ നമ്മൾ കണ്ടു ഹൗ ടു ക്രിയേറ്റ് AI agent, റൈറ്റ്? സോ ഈ AI agent is actually a good business to be in.
if you are the creator. But if you are not the creator, then it is actually an enemy. Now, how can you improvise your skill? That is something that you all need to think വെരി വെരി കെയർഫുള്ളി. കാരണം ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 10 കൊല്ലത്തിൽ ഈ 800 million എന്ന് പറഞ്ഞ ആ നമ്പർ ദിസ് ഷുഡ് സിങ്ക് ഇൻ ടു യു. ഇത് വളരെ ആഴത്തിൽ നിങ്ങളിൽ പതിഞ്ഞിരിക്കേണ്ട ഒരു നമ്പറാണ് ഈ 800 million. ആ 800 million നമ്മൾ ഉണ്ടാവരുത് എന്നുള്ള ഒരു തോന്നലും കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വഴിയെ I will tell you, but assuming you already know and you are mastering AI tools, I will not get deep into it, but always happy to discuss if you guys want to know. അപ്പോൾ ഇന്നത്തെ AI സിസ്റ്റംസിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി എനിക്ക് നിങ്ങളുടെ അറ്റൻഷനിൽ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ one of those things that I thought is relevant is just give me a minute, guys. Just a minute. സോറി, എൻ്റെ ഇടയിൽ കൂടെ ഒരു കോള് കയറി വന്നു. സോറി. അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് പറയാനുള്ളത് സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യമാണ്, വിച്ച് ഇസ് പ്രൈമർലി ദ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി പറഞ്ഞത്. That is also called super intelligence. So basically super intelligence does nothing, but it makes you the elephant that you saw earlier. നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ കൂടെ നിങ്ങൾക്ക് മത്സരിക്കേണ്ട അല്ലെങ്കിൽ സഹകരിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന ഫീലിംഗ് എന്തായിരിക്കും? ഡസ് എനിബഡി നോ? So if you have to be among bodybuilders and you are a very thin guy, what is the feeling you get? Fear. Okay. What else? So insecurity is what happens, right? നമുക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, വളരെ അധികം ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. നോ, ഹൗ ടു ബിക്കം മോർ ഫിറ്റ്, ഐ തിങ്ക് യു വിൽ നോട്ട് ഹാവ് ദാറ്റ് ഫീലിംഗ് വെൻ യു ആർ എമംഗ് ദീസ് ബോഡി ബിൽഡേഴ്സ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവുക, കാരണം യുവർ മൈൻഡ് നോസ് ഓൺലി ടു തിങ്സ്, റൈറ്റ്? ടു തിങ്സ്. ഡോക്ടർ മെഹർബാൻ ഈസ് സെയിങ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വേണം ഇവരൊക്കെ തമ്മിൽ. നമ്മൾ അയാളെ കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കണം, പക്ഷെ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് വി വിൽ ഹാവ് ഇൻഫീരിയോറിറ്റി. വി ജസ്റ്റ് നീഡ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് റൺ. നമ്മുടെ മൈൻഡിന് അറിയുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വൺ ഈസ് എ ഫ്ലൈറ്റ് റെസ്പോൺസ്, അതർ ഈസ് എ ഫൈറ്റ് റെസ്പോൺസ്. ഒബ്വിയസ്ലി ബോഡി ബിൽഡേഴ്സിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് വി വിൽ ഹാവ് ദ ഫൈറ്റ് റെസ്പോൺസ്, ബട്ട് ദ ഫ്ലൈറ്റ് റെസ്പോൺസ് വിൽ കിക്ക് ഇൻ, വിച്ച് ഇസ് ഫിയർ, ഇൻസെക്യൂരിറ്റി, ഓൾ ദോസ് തിങ്സ്. അപ്പൊ നമ്മൾ കണ്ടിടത്തോളം വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി, ലെറ്റ്സ് കോൾ ഇറ്റ് എൻ എൻറ്റിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് നോ മോർ എ മെഷീൻ. യു കനോട്ട് ഷട്ട് ദിസ് ഓഫ്, യു കനോട്ട് കൺട്രോൾ ഇറ്റ്, യു കനോട്ട് ഡു എനി ഓഫ് ഇറ്റ്. Now I will come to the example.
ChatGPT GPT-4 release ചെയ്യുമ്പോൾ one of the exercises that it was supposed to do is to speak to a human like a human and make the other human click on a capture line. അപ്പോൾ ChatGPT was going to lie about something which will accidentally make the human click it on his behalf. ChatGPTയുടെ ബിഹാഫിൽ അത് ക്ലിക്ക് ചെയ്യണം. So it readily went into the crowd. It started convincing because it is a reasoning model, right? GPT-4 is a reasoning model. റീസൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഈ ക്യാപ്ചർ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരണം. അപ്പോൾ സഡൻലി ദ ഹ്യൂമൻ felt something wrong. I mean, why will you not click the button saying I am not a robot? So ChatGPT does not have hand or legs, right? Then all of a sudden, within a split second, the reply came. I have a eye problem. I'm having issue with my sight. So can you help me do it? And this was not programmed. ഈ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് GPT-4 കോഡ് ചെയ്തിട്ടില്ല. It has not been exposed to situations where it had to do this. The coding guys did not understand how did it do it, but it ended up in having the human click on its behalf. This is one example. Google's DeepMind എന്ന് പറയുന്നൊരു ഭയങ്കര റിസർച്ച് കമ്പനി ഉണ്ട്. It is based out of UK. So in the early days, Mo Gaudat was the chief business officer for. He is a evangelist now. Evangelist എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പൺ സോഴ്സിങ്ങിനും ഈ AI ത്രെറ്റ്സിനെ പറ്റിയിട്ടും സൂപ്പർ ഇന്റലിജൻസിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു ഭയങ്കര noticeable personality. So he was there in DeepMind lab once. DeepMind lab, there was 3 robotic hands. വെറുതെ റോബോട്ടിക് ഹാൻഡ്സ്, ഇങ്ങനെ കൈ മാത്രം വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ. And they were training these hands to catch the balls that are rolling down the ground. അപ്പോൾ ഇതൊരു പ്ലേ ഗ്രൗണ്ട് മാതിരി ഒരു ചെറിയ ഏരിയയിൽ 3 റോബോട്ടിക് കൈ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പന്തുകൾ ഇങ്ങനെ ഉരുണ്ടു വരും. അപ്പോൾ ആ വരുന്ന അനുസരിച്ചിട്ട് ഹാൻഡ്സ് ഹാഡ് ടു പിക്ക് ഇറ്റ് ആൻഡ് ദെൻ പുട്ട് ഇറ്റ് ഇൻ ദ ബക്കറ്റ്സ്. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു 35% ആക്യുറസി വന്നു. ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ടുക്ക് ഇയേഴ്സ്. ഈ 35% ആക്യുറസി വന്ന് കുറച്ചും കൂടെ ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ്ങും കോഡ് റിഫൈനിങ്ങും ഒക്കെ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ വീക്കെൻഡ്. സോ Mo was visiting from Canada to DeepMind's lab. അവിടെ ചെന്ന് മോ ചെല്ലുമ്പോൾ ഈ 35% സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നിൽക്കുന്നത്. ആഫ്റ്റർ എ വീക്കെൻഡ് ഹി ഗോസ് ദർ. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് all of a sudden over a weekend all these robotic hands have 100% efficiency, which means no ball is being missed. It has become a habit. എങ്ങനെ ബോൾ എറിഞ്ഞാലും ഈ 3 കൈകളും 100% efficiency, whatever comes their way they pick and put it in the bucket. So now everybody was starting to curious. ആ സമയത്ത് നമുക്ക് ആകാംക്ഷയാണ്, ഹൈ ഇതെങ്ങനെ പറ്റിയെന്നുള്ളത്. 2 ദിവസം കൊണ്ട് ഈ കഴിഞ്ഞ കൊല്ലങ്ങൾ മുഴുവൻ ഇരുന്നിട്ടും നമുക്ക് പറ്റാത്തത്. How did this happen? It did not stop there. There were 3 colored balls. So you had a yellow ball, you had a green ball, and you had a white ball. All of a sudden, these robotic hands started putting all the green balls in one bucket, all the yellow balls in one bucket, all the white balls into another bucket. And this was not programmed.
nobody knows how did this happen till date. Nobody has an explanation to it. ഇതിൽ വർക്ക് ചെയ്ത ഒരു സയന്റിസ്റ്റിനും അറിയില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. And it was very shocking to a level that Mo Gaudat as a human felt so threatened and intimidated, he decided to quit. And he tendered his resignation and he moved on to be a whistleblower and announce this across his social channels. He is a New York Times bestseller. ഇതെല്ലാം അദ്ദേഹം ഇന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനെ കോൺസ്പിറസി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുന്നുണ്ടെങ്കിലും കൂടെ വി ഗെറ്റ് ടു സീ ഇറ്റ്. അപ്പോ now we are talking about almost super intelligence. കാരണം these robotic hands were not supposed to do that. How did it do? ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ. ഇത് നമ്മൾ കോഡ് ചെയ്തിട്ടില്ല, ഇതിനെ ട്രെയിൻ ചെയ്തിട്ടില്ല. ദർ ഇസ് നോട്ട് എ സെറ്റ് ഓഫ് ഡേറ്റ. ജസ്റ്റ് ആ മെഷീൻ വിഷൻ മാത്രം വെച്ചിട്ട് how did it decide to do it? Our decision making was not programmed and it was not supposed to be a brain. അപ്പൊ നമുക്ക് ഇനീഷ്യലി ചാറ്റ് GPT ഇറങ്ങിയ സമയം ഒന്ന് നമുക്ക് പെട്ടെന്ന് പോകാം. ഐ തിങ്ക് വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. ചാറ്റ് GPT ഇറങ്ങിയ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞത് ദിസ് ഇസ് എ അസിസ്റ്റന്റ്, ഇന്റലിജന്റ് അസിസ്റ്റന്റ് ഹു ക്യാൻ ഹെൽപ്പ് യു ഷെയർ ദ ലോഡ്സ്, റൈറ്റ്? ഇത് നമ്മൾ ഒരിക്കലും ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യില്ല. ദാറ്റ് വാസ് GPT. പിന്നെ അത് ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ട് പുതിയ മോഡലായി $20 ആക്സസിബിൾ ആയി GPT-3. Then came GPT-4, which is reasoning. Now I'm just sticking to ChatGPT because DeepSeek'um Claude'um use ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. ഈച്ച് മോഡൽ ഹാസ് എ ഡിഫറെന്റ് വേരിയന്റ് ടു ഇറ്റ്. ഞാനിത് മൂന്നും ഉപയോഗിക്കുന്ന ആളാണ്. So the reason why I'm telling you this is ഇതിന് റീസണിങ് പവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ you actually shot your leg. കാരണം GPT-4 can code now. I have a യൂട്യൂബിൽ നിങ്ങൾ ഡെമോ ഓഫ് GPTs അല്ലെങ്കിൽ ഡീപ് സീക്കിന്റെ R1 ഡെമോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ you will see just by telling it to create a Tetris game or a snake game, ഈ രണ്ട് ഗെയിമും കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഹൗ എൻഗേജിങ് ഇറ്റ് ഈസ്. ഇത് ഉണ്ടാക്കാൻ പറയുന്ന അവസ്ഥയിൽ ഡീപ് സീക്കിന്റെ അൽഗോരിതം, ദ കൈൻഡ് ഓഫ് റീസണിങ് ഇറ്റ് ഡസ്, ഇറ്റ് ഈസ് ആക്ച്വലി സ്കേറി. നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഡീപ് സീക്ക്, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ചൈന, ബട്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് അതിന്റെ റീസണിങ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുമോ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ when you go through that model, it gives you step by step of how that is thinking. And when you compare it, this is actually how humans think. ഇങ്ങനെയാണ് ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി ഇനഫ് സ്കേറി ടുഡേ. നൗ വാട്ട് ആർ വി വെയിറ്റിംഗ് ടു ബി? അല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഐ വിൽ ജസ്റ്റ് ടേക്ക് യു ടു സ്റ്റാരിങ് ഫാക്ട്. 2050 ഒരു ലാസ്റ്റ് ഫ്യൂ 10 millions of years of documented history of humankind, അല്ലെങ്കിൽ whatever we have documented, whatever knowledge we have, these systems will have it. So അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് what happens is, let's hope it works in our best interest. If not, this data can be manipulated and made into so many different things. 2050 ശേഷം ചിലപ്പോൾ നമുക്ക് റെക്കോർഡിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം
യു അണ്ടർസ്റ്റാൻഡ് ദ എമൗണ്ട് ഓഫ് ഫേക്ക് ന്യൂസ് ദാറ്റ് ഈസ് ഔട്ട് ദയർ, റൈറ്റ്? നമ്മളിപ്പോൾ ഞാൻ ശരിക്കും വേറെ ഒരു സോഷ്യൽ മീഡിയ ചാനലിലും ഇല്ല, ഇൻസ്റ്റാഗ്രാമിലില്ല, ഒന്നിലുമില്ല. ഇതിലൊന്നും ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി പുവർ ഇൻ വേസ്റ്റിംഗ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിയൽ ആൻഡ് നോട്ട്. അപ്പോൾ ഐ എം നോട്ട് ദർ, ഐ എം ഓൺലി ഓൺ ലിങ്ക്ഡിൻ ആൻഡ് ദാറ്റ് ഈസ് ഫോർ പ്രൊഫഷണൽ റീസൺസ്. സോ എന്തെങ്കിലും ഇപ്പം എനിക്ക് റിട്ടയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ റിട്ടയർ മൈ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓൾസോ. ഇതൊരു വല്ലാത്ത ഒരു തലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം സമൂഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നമുക്കില്ലാതെയാണ് ഓൾറെഡി. യു ക്യാൻ ആസ്ക് യുവർ സെൽഫ്, ഐ എം നോട്ട് ജോക്കിംഗ്. നമ്മളൊക്കെ വളരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഐ എം 45 years old, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഐ എം സ്റ്റിൽ ലേണിംഗ്. പല കാര്യങ്ങളും എനിക്ക് അനുഭവങ്ങളില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് പഠിക്കാനുള്ള വെന്യൂ ഹാസ് ഓൾ ഓഫ് എ സഡൻ ബിക്കം ദിസ് 14-15 inch സ്ക്രീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ 9 inch സ്ക്രീൻ വിച്ച് ഇസ് ഹാൻഡ് ഹെൽഡ്. ആ പഠിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ചോദിക്കലുണ്ട്, എന്താണ് പഠിക്കേണ്ടത്? ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം. എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കരുതുന്നത് ലക്ഷ്യബോധം ഇല്ലാത്തൊരു തലമുറയായിട്ടല്ല. ഞാൻ ചിന്തിക്കുന്നത് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ടെന്നാണ്. ബട്ട് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. നിങ്ങളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെങ്കിലും സൈബർ സെക്യൂരിറ്റി പഠിക്കുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുന്ന സോഴ്സ് ലെജിറ്റിമേറ്റ് ആണോ? ഈസ് ഇറ്റ് അതോറിറ്റേറ്റീവ് ഇനഫ് ടു ഗിവ് യു ഇനഫ് നോളജ് ഓഫ് വാട്ട് യു വോണ്ട് ടു ഡു? ഇതെങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? ഹൂ വിൽ വെരിഫൈ ദ പോലീസ്മാൻ എന്ന് ചോദിച്ചാൽ അതേ ഫ്രേസിലാണ് ഞാൻ ഐ വോണ്ട് ടു എൻഡ് ഇറ്റ് ഹിയർ. സോ ദ പ്രോബ്ലം വിത്ത് എനി ഓഫ് ദിസ് ഡിസ്കഷൻസ് ഈസ് we may become very depressed. By 2050, if not before, AI would have all the human knowledge that we have gained over the last few millions of years. നമ്മൾ 13 മില്യൺ മുമ്പാണ് ഉണ്ടായതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യുനോ, there is a very interesting documentary, if you are interested, ബ്ലൂംബർഗ് ഒറിജിനൽസിൻ്റെ ഒരു AI based റിസർച്ചിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. I will share it across the coming days as I get to those. If you are interested, please feel free to watch it. I want you all to be aware that the reality that you know today is ending. നിങ്ങളുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലെയും the actuality of it, originality of it, it is going to end very soon. Now, what do we do with that? ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അത് ഉൾക്കൊണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. സോ വാട്ട് നെക്സ്റ്റ്? ഹൗ ഡു വി കീപ്പ് അപ്പ്? ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഞാനിത് ഈ ഒരു സ്ലൈഡിന് ഈ ഡാറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഐ വുഡ് ഹാവ് റെഡ് അറ്റ്ലീസ്റ്റ് 50-60 hours ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടാവണം. If you are talking about today, from today to 2035, the most relevant 2 skills that you need to master is going to be prompt engineering and creativity. Because none of these machines have the capability to generate something on their own. It needs a prompt. സോ സൂപ്പർ ഇൻ്റലിജൻസ് വരുമ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ റീഡ് ചെയ്യുന്ന റീല് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് സജഷൻസ്. ആ സജഷൻസ് വരുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോസിനെ ബേസ് ചെയ്തിട്ടാണ്. വെൻ സൂപ്പർ ഇൻ്റലിജൻസ് ഈസ് ഹിയർ, ഈ വീഡിയോസ് ഒന്നും ആരും പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. AI ഈസ് ഗോയിങ് ടു ജനറേറ്റ് ഇറ്റ് ബൈ ഇറ്റ് സെൽഫ് and show you contents
that is convincing enough for you to believe. AI based videos നിങ്ങൾ കാണുന്ന ആൾക്കാരില്ലേ? Have you seen what all these models can do? I'm assuming you have seen this before. അപ്പോൾ ഇറ്റ് ഈസ് വെരി സ്കാരി. സത്യം ഏതാണ് മിഥ്യ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഇസ് എ വെരി വെരി ടെറിഫൈങ് ട്രൂത്ത്, ആൻഡ് വി ഹാവ് ടു ഫേസ് ഇറ്റ്. ഐ തിങ്ക് വി ഓൾ വിത്ത് ഗോഡ്സ് ബ്ലെസ്സിങ് വിൽ ലീവ് ഇനഫ് ടു സീ ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. ദാറ്റ് ട്രൂത്ത് അബ്സോർപ്ഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഇതെല്ലാം കൂടി ഒരു സുപ്രഭാതത്തിൽ വന്നു പെടുന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്ലോലി വി ആർ ഗോയിങ് ടു ബി ദാറ്റ്. ഇപ്പോൾ 2035 വരെ I think one of those skill sets that we all need to master is prompt engineering and creativity. 2036 to 2038 is where this huge breakout of generation 1 superintelligence will happen. Even before that it may happen, but most of the articles that I read said 2035 ശേഷമാണ് നമ്മൾ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ലാബ് ഫോർമാറ്റിൽ പിന്നെ കണ്ടെയ്ൻഡ് എൻവയൺമെന്റ് ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ ആൾക്കാർ പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. പ്രോബബ്ലി ദർ ഇസ് സൂപ്പർ ഇന്റലിജൻസ് ഔട്ട് ദർ, ബിക്കോസ് ഇന്ന് ന്യൂ ജനറേഷൻ വാർഡ്സിലെല്ലാം ഉപയോഗിക്കുന്ന മെഷീൻസിനെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട്ലിയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ മെഷീൻസ് ആർ നോട്ട് ഈവൻ കൺട്രോൾഡ് ബൈ ഹ്യൂമൻസ്. It is controlled by algorithms. This I certainly know. It is a fact. And I did not read it. I have seen demos of this in real life. പറക്കുന്ന ഡ്രോണുകളും നമ്മൾ മാപ്പ് പോലും പറഞ്ഞു കൊടുക്കണ്ട. You just give your problem statement and it will solve it for you. അപ്പൊ ഇതെല്ലാം ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. This is not future. But I am talking about super intelligence going mass, for the mass. അപ്പോൾ 2036, 2038 you would obviously need the prompt engineering creativity, but plus along with that two more skills, which is creative thinking and reasoning. Creative thinking and reasoning is like creative thinking എന്ന് പറയുന്നത് വേറൊന്നുമില്ല. നമ്മൾ പണ്ടല്ല ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഒരു പസിൽ ഉണ്ടാവും, ആ പസിലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബോള് കടത്തി വിട്ടിട്ട്, ഒരു മെറ്റൽ ബോൾ കടത്തി വിട്ടിട്ട് ഇതെല്ലാം കടന്ന് അപ്പുറത്ത് എത്തിക്കല്. സോ ദ ഈസിയസ്റ്റ് റൂട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ത്രൂ ദാറ്റ് മെയ്സ്. ആ മെയ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി എത്തിക്കല്. സോ ദാറ്റ് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. സോ യു നീഡ് ടു ട്രെയിൻ യുവർ ബ്രെയിൻ ടു ഡു ദാറ്റ്, ബിക്കോസ് നമ്മളൊന്നും പഠിച്ച വിദ്യാഭ്യാസത്തിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങോ ക്രിയേറ്റിവിറ്റിക്കോ റീസണിങ്ങിനോ ഒന്നും സ്ഥാനമില്ലാത്ത, നമ്മളിതെല്ലാം കാണപ്പടം പഠിച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കും. ആ പേപ്പർ ഇതേമാതിരി കാണപ്പടം നമ്മളെക്കാളും നന്നായിട്ട് പഠിച്ച നമ്മളെക്കാളും പ്രായമുള്ള ഒരാൾ നോക്കും, അതിനൊരു മാർക്ക് തരും. ആ മാർക്ക് നമ്മുടെ വിധിയായിട്ട് കരുതിയിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ളത് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചിറങ്ങിയ സാഹചര്യം. ആൻഡ് ഐ എം വെരി വോക്കൽ അബൌട്ട് ഇറ്റ്, ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് making a public statement also about it, that the way the education system works it is ridiculous. കാരണം ഈ സ്കിൽസ് എല്ലാം വേണമെന്ന് അറിവുണ്ടായിട്ട് പോലും അത് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഇനി വരുന്ന പല തലമുറകളും ഇതിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവും. 2039 to 2045 you will be very busy evaluating the content and filtering truth. നമ്മൾ കാണുന്ന ഒരു വാർത്ത, നമ്മൾ കാണുന്ന എനിക്കറിയില്ല എത്ര പേര് കണ്ടു എന്നറിയില്ല, പക്ഷെ ഒരു പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ നോട്ട് നിരോധനം വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ മീഡിയ സ്റ്റണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതിൽ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണമെന്നുണ്ടെങ്കിൽ ദിസ് റീസണിങ്, ബ്ലഡി റീസണിങ് ഹാസ് ടു വർക്ക് ഫോർ അസ്. നൗ ഹൗ ഡു വി ക്രിയേറ്റ് റീസണിങ്? ഇപ്പൊ ഞാൻ 45 വയസ്സ് വരെ എനിക്ക് റീസണിങ്ങിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇനിയിപ്പോ ഞാൻ 45 മുതലുള്ള ബാക്കിയുള്ള ശിഷ്ടകാലത്തേക്കാണ് ഞാൻ ഈ റീസണിങ് പഠിക്കേണ്ടത്. സോ ഐ ഡോണ്ട് നോ ഹൗ ടു ട്രെയിൻ മൈസെൽഫ്.
ഇതെന്റെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതിലൊരു 45ഓളം ആൾക്കാർ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവും. ഹൗ ഡു വി അഡ്രസ് ഇറ്റ്? ഹൂ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് us ഡു ദാറ്റ്? അപ്പോൾ ദാറ്റ് ഈസ് എ വെരി മേജർ പ്രോബ്ലം. 2046 മുതൽ യു വിൽ ബി ഫോഴ്സ് ടു തിങ്ക് ലൈക്ക് എ മെഷീൻ, വിച്ച് മീൻസ് മനുഷ്യനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫെയിൽ. ബട്ട് ഇഫ് യു തിങ്ക് ലൈക്ക് എ മെഷീൻ യു വിൽ കോ എക്സിസ്റ്റ്. ആ മെഷീൻ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കുന്നവരെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. That is a point I think we will be no different than a machine. Apart from the fact that we need our space, we need to sleep, we need to get up, we need to eat. അങ്ങനത്തെ കുറെ റിക്വയർമെന്റ്സ് ഉണ്ടെന്നുള്ളതല്ലാതെ I don't think beyond 246 we can delay this. You will automatically, your brain and CPU will be same, or a GPU will be same. 2061 മുതൽ ഇതിനൊന്നും അർത്ഥങ്ങൾ ഉണ്ടാവില്ല. കാരണം ബൈ ദെൻ ഐ തിങ്ക് ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂജ് എക്സ്പ്ലോഷൻ ഓഫ് ടെക്നോളജി we would have spoiled the planet to a very, very great length. Global warming will be at its peak. ഓരോ ഡേറ്റാ സെന്റേഴ്സ് വെക്കുമ്പോഴും വി വിൽ ബി, കാരണം ഏറ്റവും ചെറിയ ഡാറ്റാ സെന്ററിന് വേണ്ടത് 1 മെഗാവാട്ട്. 1 മെഗാവാട്ടാണ് നമുക്ക് ഇന്ന് ഒരു ദിവസം രാത്രി കേരളത്തിലെ 3 ജില്ലകൾ വീട്ടിൽ ഫാനും എ സിയും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് ഉറങ്ങാൻ വേണ്ടത്. 1 മെഗാവാട്ടാണ് നമുക്ക് ഇന്ന് വേണ്ടത്. അതിന് പകരം 1 മെഗാവാട്ടിന്റെ പവർ വേണ്ടി വരുന്ന ഒരു ഡാറ്റാ സെന്ററാണ് ഏറ്റവും ചെറുതുണ്ടാവുക. ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന ഡാറ്റാ സെന്റേഴ്സിൽ 40ഉം 60ഉം മെഗാവാട്ട്സിന്റെ കപ്പാസിറ്റി വരെ വേണം, ഹൈ എൻഡ്. ഇപ്പോൾ ഗൂഗിളും ഇതൊക്കെ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗിഗാവാട്ട്സ്. അപ്പോൾ ദ പവർ റിക്വയർമെന്റ് വിൽ ബി വെരി ഹൈ. ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ വി വിൽ കട്ട് ഡൗൺ സിവിലൈസേഷൻ. ദെൻ മൈഗ്രേഷൻ ഇസ് ദ ഓപ്ഷൻ. അപ്പോൾ 2061 മുതൽ ഇന്റർപ്ലാനറ്ററി എക്സ്പെരിമെന്റ്സ് തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവും പ്ലാനറ്റ് സിമിലർ ലൈക്ക് എർത്ത് സംവെയർ. അത് കെപ്ലർ 5112b ആവാം, ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്. വി വുഡ് ഹാവ് ഫൗണ്ട് ഔട്ട് എ പ്ലാനറ്റ് ടു സ്പോയിൽ നെക്സ്റ്റ്. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാനുള്ള സ്കിൽസ് ആയിരിക്കും നമ്മൾ 2061 മുതൽ 2070 വരെ പഠിക്കുക. 2071 ശേഷം എവ്രിബഡി ഹാസ് എ വോയിഡ്. നോബഡി നോസ് വാട്ട് ഹാപ്പൻസ്. എന്താ ഉണ്ടാവുക എന്നുള്ള ആർക്കും അറിയില്ല. അപ്പോൾ ദാറ്റ് ഐ വിൽ ലീവ് ടു യുവർ ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ബട്ട് ഐ എം തിങ്കിങ് 2070 ശേഷം, 71 ശേഷം it will be about colonization again. Different planets, different stars, different galaxies. ഇതിലേക്കുള്ള പ്രയാണം, ഇതിലേക്കുള്ള സഞ്ചരിക്കാനുള്ള ദൂരം ഇന്നിപ്പോൾ ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ 2071 ആകുമ്പോഴേക്കും വി വുഡ് ഹാവ് ഫൗണ്ട് ഔട്ട് എ വേ ടു ട്രാവൽ ടു മാർസ് ഇൻ ലൈക്ക് ലെസ് ദാൻ 3 hours 4 hours. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും. സോ നിങ്ങളുടെ വർക്ക് പ്ലേസ് മാർസിലായിരിക്കാം, യു മേ ബി സ്റ്റേയിങ് ഇൻ എർത്ത്, ഓർ ഇറ്റ് കുഡ് ബി വൈസ് വേഴ്സ ആൻഡ് സോ ഫോർത്ത്. പക്ഷെ ഇതെല്ലാം ഞാൻ ഇന്ന് പറയുമ്പോൾ ഒരു കൗതുകത്തോടുകൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും കൂടെ ഇതിൽ പലതും വളരെ സാധ്യതയുള്ള കാര്യങ്ങളാണ്, വാസ്തവമാവാൻ വേണ്ടിയിട്ട്. ഇന്ന് നിങ്ങൾക്ക് കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ പ്രോംപ്റ്റ് ടു സേ വാട്ട് യു വാണ്ട് ടു ബിൽഡ്. യു ക്യാൻ ഡു ഇറ്റ് ടുഡേ. സോ ഈ പറയുന്നതൊന്നും നടക്കില്ല എന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇതൊന്നും പറയുന്നത് ഞാനല്ല, ഇതൊക്കെ പറയുന്നത് വെരി വെരി ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഐ മീൻ ദ ക്രിയേറ്റീവ് സൈഡ്, ദ ജോക്സ് അപ്പാർട്ട്, ഓൾ ദീസ് തിങ്സ് ആർ ദർ. പക്ഷേ വി വിൽ റീച്ച് എ പോയിന്റ്, ഈ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാച്ചുറേഷൻ പോയിന്റ് തെറ്റിക്കഴിയുമ്പോൾ there is a equilibrium, right? You have learned equilibrium, a delicate balance of things. അത് തെറ്റും. അത് തെറ്റിക്കഴിയുമ്പോൾ what happens is it will start collapsing one over the other. അത് വരുമ്പോൾ how do we survive? The answer is I don't know. I'm not intelligent enough to understand what happens. I can't even imagine if that happens.
അപ്പോൾ ഐ കനോട്ട് ടെൽ ഹൗ ഡു ഐ സർവൈവ് ഇറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഗാഢമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. ബട്ട് ഐ ക്യാൻ ടെൽ യു സഡൻലി സംതിങ് വെരി ക്ലിയർ. ദിസ് ഈസ് ഓൾസോ എ ടൈം വേർ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ 2050 ശേഷം നമുക്ക് സാധാരണ ജോലികൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. പീപ്പിൾ വോണ്ട് നോ ഹൗ ടു കൾട്ടിവേറ്റ്. കൃഷിക്കാരുണ്ടാവില്ല, കൽപ്പണിക്കാരുണ്ടാവില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് മേഖലകൾ അന്യം നിന്ന് പോകും. കാരണം ഐ എം അസ്യൂമിങ് ബിൽഡിങ്സ് ആർ ഗോയിങ് ടു ബി പ്രിന്റഡ്. ഇന്ന് നാട്ടിൽ L&T ഇത് പ്രിന്റിംഗ് ഓഫ് ബിൽഡിങ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ റിക്വയർഡ് അപ്രൂവൽ. ബട്ട് ദുബായ് ഈസ് ഓൾറെഡി എ ഹെഡ് ഓഫ് ടൈം. അവർ ഓൾറെഡി പെർമിറ്റ് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ദർ ഇസ് എ 3D പ്രിന്റഡ് ബിൽഡിംഗ്. 4 റൂമുള്ള ഒരു 3D പ്രിന്റഡ് ബിൽഡിംഗ് ഇൻ ലെസ് ദാൻ 1 വീക്ക്. അതിൽ ബ്രിക്സ് ഇല്ല, ഒന്നുമില്ല, കമ്പിയില്ല, ഒന്നുമില്ല. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹൗസ്, പ്രോപ്പർ ഹൗസ്. അപ്പൊ ഇതെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഐ ആം അസ്യൂമിങ് അറ്റ് സം പോയിന്റ് വി വിൽ റീച്ച് എ പ്ലേസ് വെർ ഓൾ ഓഫ് ദിസ് ക്യാൻ ഹാപ്പൻ. അപ്പൊ ഐ വിൽ ലീവ് ദിസ് ടു യുവർ ഗുഡ് ജഡ്ജ്മെന്റ്. ഇന്നത്തേന് ശേഷം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എല്ലാവരും ചിന്തിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ദ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് 10 years നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പീക്ക് ടൈമാണ് കരിയറിൽ. അപ്പോൾ ഈ 10 കൊല്ലം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വിൽ ഹെൽപ്പ് യു റീച്ച് പ്ലേസസ്. കാരണം anywhere you go, you will be interfaced with a prompt based generative AI agent. So you would need to master that skill now. Creative reasoning idum. I have a few friends who have taken training. I will try to introduce those guys as well into the group so that we can collectively know how creative thinking works, how reasoning works, how can we actually figure out if it is truth or not, and so forth. But today I am leaving you at the thought that probably the rainbows won't be there beyond 2050. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇന്ന് ഈ സെഷൻ ചോദിച്ചത്. അപ്പോൾ താങ്ക് യു അർഷാദ്, ഫാസൽ, നിതാഷ, all the people who helped me make it happen. So I am open to questions if you have any. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അല്ലാത്തത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. So shoot it, guys. Thank you so much, sir. So നമുക്ക് ചാറ്റിലൂടെ അതല്ലെങ്കിൽ വോയിസ് ഓരോരുത്തർക്ക് ഈ സെഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ ഓൾറെഡി വളരെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഡിഫറെന്റ് സംസാരിച്ചിട്ടുണ്ട്. സോ ചാറ്റിലൂടെ നമുക്ക് നിങ്ങളുടെ തോട്ട്സോ ഡൗട്ട്സോ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. Prompt engineering big field ആണോ? Prompt engineering is a skill. It is not a field. Skill in the sense the way you ask. It has different frameworks. Frameworks മാസ്റ്റർ ചെയ്യലാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോയിന്റ് എന്ന് പോയിന്റ് ബിയിലേക്ക് പോകാനുള്ള വഴി ഒരു ഇലക്ട്രോണിക് അൽഗോരിതത്തിനോട് നമ്മൾ എങ്ങനെ ചോദിക്കും, അതെങ്ങനെ ചോദിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. സോ ദാറ്റ് സ്കിൽ ഈസ് സംതിങ് ദാറ്റ് ഈസ് റിക്വയർഡ്. How fast do you think no code culture will be taking over code culture of today's? Coding in this I'm still wondering. No code ഇന്ന് ഉള്ള ലിമിറ്റേഷൻസ് വളരെ കുറവാണ്. No code is improving at a very fast pace. I'm not talking about the Flutter, Webflow and all those things. No, that is not what I'm saying. Prompt ചെയ്തിട്ട് ബിൽഡ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ,
നോ കോഡിന്റെ ഒരു ലിമിറ്റേഷൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ തന്നെ അവരുടെ ഹോസ്റ്റിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് മൈഗ്രേറ്റ് ചെയ്യാൻ, ഡാറ്റ അവരുടെ സിസ്റ്റത്തിലായിരിക്കും, അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ഉള്ളത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ സ്റ്റാൻഡ് ഫോർ എവർ. ഇന്നിപ്പോ ചെയ്യാൻ പറ്റുന്ന പ്രോംപ്റ്റ് ചെയ്തിട്ട് സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന യു ജസ്റ്റ് ഗോ ടു DeepSeek R1. You tell create a code a game for using Python with this game, Tetris or whatever. I will share a video where somebody has done it. You will understand. It is nothing. About no code എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you are still building it, right? I'm talking about a place where you cannot imagine the okay, I may have got flooded. ഒരു മിനിറ്റ്. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഓൺലൈൻ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിൽ ഫ്രെയിം വർക്കും കാര്യങ്ങളും, അതായത് point is you should invest to study. If it is free, then you are not being taught correct or you are being spammed. I think you should still learn it from an authority who has a curriculum. Curriculum എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രെയിം വർക്ക് അല്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഗവേഷണം നടത്തി സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് അവരുടെ പഠിപ്പിക്കുന്ന ഇതിലുണ്ടാവുക. അപ്പോൾ ബേസിക്കലി യൂണിവേഴ്സിറ്റീസ്, ഐ ഡോണ്ട് നോ if Indian universities have started offering that online, but foreign universities have. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. That I know. I will also try to get you to start with കുറച്ച് ആൾക്കാർക്കെങ്കിലും. I will share the link. അതൊരു D3 സ്കൂൾ, ഹവാർഡിന്റെ തന്നെ ഒരു D3 സ്കൂളാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് എ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ബട്ട് ഇറ്റ് ഗിവ്സ് യു എ പ്രിറ്റി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഈസ്. ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ആ കോഴ്സ് മതിയാവും. അപ്പോൾ ഐ ക്യാൻ ഷെയർ ദാറ്റ് ലിങ്ക്, നോ പ്രോബ്ലം. How can we learn more? Fahim, I told. I think that was the answer. I'm a final year student in BBA hospitality. How can we study prompt engineering? Yeah, so I have told that as well. Rumesh is asking, there is a AI university in Abu Dhabi. Yes, Mohammed bin Zayed University for AI. അവിടെ കൂടുതൽ നടക്കുന്ന റിസർച്ചാണ്. PhD doctoral studies ആണ് അവിടെ ഉള്ളത്. They have a AI lab. Then you have New York University Abu Dhabi. IIT Abu Dhabi has started taking admissions. So yeah, plenty of places, but that is for research. It is, how can we build our students' career depends on these predictions. നിസാമുദ്ദീൻ, നമുക്കിത് എങ്ങനെ വരും തലമുറയ്ക്ക് പഠിപ്പിക്കാമെന്നാണോ? അല്ല, ഐ തിങ്ക് ബിഗസ്റ്റ് ചാലഞ്ച് ഈസ് നോട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഓർ AI itself. വരും തലമുറയ്ക്ക് ആദ്യം പഠിപ്പിക്കേണ്ട ഒരു കാര്യം ക്രിയേറ്റീവ് തിങ്കിങ്, റീസണിങ്, പിന്നെ ഹൗ ടു ഫിഗർ ഔട്ട് തിങ്സ്. No, guys, I am not an educational consultant, so I will leave it to your good judgment to select the university and courses. I can't recommend any. So probably you need to rely on your friends. ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന, see, unless you want to be a AI engineer, there is no point in learning it, because the coding side is already done. That boat has sailed. So I don't know if that is the right way. I would ask my son or daughter to do it. But definitely root, core competencies should be around creative thinking, reasoning, how to evaluate a content, how can we recognize fake from
truth. These are all skills that we need to build as humans. ഇതൊക്കെ ബിൽഡ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് വി ഡിഡ് നോട്ട് ഹാവ് ദിസ് ടെക്നോളജി ഓവർ ഫ്ലെക്സ്, ബട്ട് ടുഡേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ദയർ ആൻഡ് വി ടെൻ ടു ബൈ തിങ്സ് ദാറ്റ് വി ഡോണ്ട് വാണ്ട് ആൻഡ് വി ടെൻ ടു ഡു തിങ്സ് ദാറ്റ് വി ഡോണ്ട് ലൈക്ക്. എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നുണ്ട്. യു റിമെമ്പർ ദ ക്രേസി തിങ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് വിത്ത് ഐസ് ബാത്ത് അല്ലേ? ഒരാൾ വെറുതെ ഒരു കാര്യമില്ലാതെ നല്ല തണുപ്പുള്ള രാജ്യത്ത് ഒരു ബക്കറ്റ് ഐസ് തലയിൽ കൂടെ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിലേക്ക് മുങ്ങിയിരിക്കുക, എന്ത് എന്ത് കാര്യത്തിനത്? സോ ഐ കുഡ് നോട്ട് മേക്ക് ലോജിക്കൽ സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്. പ്രോബ്ലി ഐ വാസ് തന്തവൈബ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു ആളായതുകൊണ്ടായിരിക്കും എനിക്കത് മനസ്സിലാവുന്നത്. ബട്ട് ഐ തിങ്ക് nobody enjoys doing it, but I still fail to understand why do they have to do it. അപ്പോൾ ആ ലോജിക്കൽ റീസണിങ് ഒക്കെയാണ് നമുക്ക് ഇല്ലാതെയായി പോകുന്ന കുറെ പ്രശ്നങ്ങൾ. എനിവൺ എൽസ്, ഹൗ ടു ബിൽഡ് ദർ കരിയർ, വിച്ച് സ്കിൽസ് ദേ നീഡ് ടു സക്സീഡ്? അല്ല, ഇതിൽ ഹ്യൂമൻ സ്കിൽസ് തന്നെ വേണ്ടു. ഐ ഡോണ്ട് തിങ്ക് അതിനൊരു കോഴ്സ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കുട്ടികളിലേക്ക് ഇൻകൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. യെസ് നേഹ, ക്യാൻ എനിവൺ ലേൺ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? യെസ്, ഇഫ് യു ആർ എ ഹ്യൂമൻ യു ഷുഡ് ലേൺ. നമ്മൾ ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണ് ഈ അൽഗോറിതംസിന് പറഞ്ഞു കൊടുക്കുന്നത്. ഓ, ബൈ ദ വേ, വെൻ യു പ്രോംപ്റ്റ് something to an algorithm or a AI based system, what it is doing is two things. One, it is giving you a result. Definitely it may be off by miles or it may be accurate. That is definitely one thing that is also doing, and it is also keeping a tab on the stupidity and intelligence of humans. So a prompt engineering നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഈ this algorithm is understanding, okay, this guy knows his stuff and he's asking me to do one by one. So നമ്മൾ ഇന്ന് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്തിട്ട് can you write me an essay of the war of Panipat എന്ന് അത് ഒരു പ്രോംപ്റ്റ് ആണ്. ബട്ട് ഇഫ് യു നൗ ഡീറ്റെയിൽഡ്ലി ബ്രേക്ക് ഡൗൺ ആ നരേറ്റീവ് എങ്ങനെ വേണം, what should be the tone, how should that reader be captivated, is it an authoritative article, what are the facts that has to be included? ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ജനറേറ്റിംഗ് പ്രോംപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാക്കുക. സോ യു സി റൈറ്റ്, ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിൽ പോകുമ്പോൾ 89% ഓഫ് ദ ബ്ലഡി ആർട്ടിക്കിൾസ് ദാറ്റ് യു ആർ റീഡിങ് ഈസ് AI generated. I mean, look at where we are. ഒരാളുടെ ലേബലിൽ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾസിൽ 89% ഓഫ് ഇറ്റ് ഈസ് AI generated, which means the person does not know the topic. He just wants to keep his followers, increase the followers, and you just end up writing. So nobody is there who actually does it. So I am assuming that is a skill that the authoring, creative side, painting, I don't think we will need Picasso anymore. AI can do it much better and much faster. Prompt engineering skills we study using YouTube. യൂട്യൂബിൽ നോക്കി പഠിക്കാമെന്നാണ് ചോദിച്ചത്. The thing is, you need to learn it right from the right people. So അവരുടെ കമൻസും അവരുടെ ഫോളോവേഴ്സും ഒക്കെ നോക്കിയിട്ട് if you are able to figure out whom to follow, then of course, yes, it works. YouTube is a very big thing. Anything else, or are we good? So it's almost 9:30. So Yeah. almost എല്ലാവരും ചോദിച്ചത് വിചാരിക്കുന്നു. Right. എനിവേ താങ്ക് യു സോ മച്ച്. ലൈക്ക് നമ്മുടെ Pleasure. ഗ്രൂപ്പിൽ രീതിയിൽ കമന്റ്സ് ചെയ്തും റെസ്പോണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി, വളരെ ഡിഫറെന്റ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഒരു AI കുറിച്ച് സെഷൻ തന്നു. ലൈക്ക് ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാണ് സാറിന്റെ ഒരു പെർസ്പെക്റ്റീവും വളരെ ഒരു എക്സ്പീരിയൻസ് ഷെയർ അല്ല, ചെയ്തത്. കാരണം ഇതിന്റെ ഫസിൽ ഇതെന്ന് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗ്യാദറിങ് സോ മെനി പീപ്പിൾ
ആൻഡ് വേസ്റ്റിംഗ് ദ ടൈം. കാരണം ഈ ഒരു കഥ ഒരു പക്ഷേ ഇങ്ങനെ ഒരു വേദിയിലല്ലാതെ എനിക്കത് പറയാൻ പറ്റില്ല. കറക്റ്റ്. Even at work also, I will have to support the AI advancements that are happening because I have to make my numbers, right? അപ്പോൾ ഇതിന്റെ ഒരു ത്രെറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും കൂടെ ഗുണമാവണം. കാരണം എൻ്റെ അനുഭവത്തിൽ കുറേ അനുഭവങ്ങളായി. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ കാരണം. ഐ ക്യാൻ ടോക്ക് എ ലോട്ട് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് AI വിച്ച് എവ്രി വൺ ഡസ്. സോ ആരും പറയാത്തൊരു കാര്യം മുന്നിൽ വന്ന് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. ഏതായാലും അത് വളരെ വളരെ ശരിയായ കാര്യം. പല ആളുകൾക്ക്, ഞാൻ അടുക്കുള്ള ആളുകൾ ചിലപ്പോൾ ഡൗട്ടായിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 2-3 വർഷത്തിന് ശേഷം റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു അതിന്റെ അതർ സൈഡ്. അല്ല, everybody will come across, no doubt. അതെ അതെ. എനിവേ നിങ്ങളൊരു 1 hour സ്പെൻഡ് ചെയ്തതിന് വളരെ താങ്ക്സ് സോ മച്ച്. No, pleasure. സോ ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. എനിവേ താങ്ക് യു സോ മച്ച്. Sure. Thank you guys. Thank you for your time. Bye.